ഗാദ്രുക് വില്ലേജിലേക്കാണ് ഞാൻ പോകുന്നത്. മൊത്തം 13 കിലോമീറ്ററാണ് ഗാദ്രുക് വില്ലേജിലേക്ക് ട്രെക്ക് ചെയ്ത് പോകണേ. 13 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് കാരണം അത്യാവശ്യം വെയിലുമുണ്ട്, അത്യാവശ്യം തണുപ്പുമുണ്ട്. അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. എനിക്ക് മുമ്പിൽ അന്നപൂർണ മൗണ്ടെയിൻ കാണാം. ഗാദ്രുക് വില്ലേജിലേക്ക് ഉള്ള വഴിയാണിത്. നടന്നു കയറണം. നടന്ന് ക്ഷീണിച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നാണ് ഇവിടെ. മുകളിലേക്ക് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്ത് തന്നെ സഞ്ചരിക്കാം. അങ്ങനെ നടന്നിട്ട് വില്ലേജിൻ്റെ കവാടം എത്തി. വില്ലേജ് എത്തണമെങ്കിൽ ഇനിയും കുറേ നടക്കാനുണ്ട്. ഹലോ, ഞാനപ്പോൾ അങ്ങനെ ഗാദ്രുക് വില്ലേജിലേക്ക് എത്തി. ഇവിടെ നിന്നും എനിക്ക് അന്നപൂർണ ഹില്ല് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് അന്നപൂർണ ഹില്ലിൻ്റെ ടോപ്പ്. ഇതെല്ലാം മഞ്ഞുമലകളാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്, Cloud 9. ഈ വില്ലേജിൽ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴികളൊക്കെ അത്രയും അപകടം നിറഞ്ഞ വഴികളാണ്. അത്രയും ദൂരത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ വഴിയിലൊക്കെ കണ്ടു എന്താണ് കുതിരേൻ്റെ പുറത്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും റേറ്റ്. നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെണ്ടുമല്ലികളാണ്. ഇവർക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഇവർ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ കൃഷികളാണ് ഇവരുടെ. ഈ ഇരിക്കുന്ന വിറകല്ല, ചോളം അടുക്കി വെച്ചിരിക്കുന്ന